പ്രൈം ടൈമിലേക്ക് വീണ്ടും നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി എം സുരാജ് അന്തരിച്ച കോൺഗ്രസ് നേതാവ് VV പ്രകാശിന്റെ വീട്ടിലെത്തി ബന്ധുക്കളെ കണ്ടതിന് ശേഷം സംസാരിക്കുന്നു. തത്സമയം. അപ്പോൾ ഇവിടെ അടുത്ത് മറ്റു ചില പരിപാടികൾ ഇന്ന് ഞങ്ങളുടെ കുടുംബസംഗമമായിരുന്നു, മഹാകുടുംബസംഗമമായിരുന്നു. അതും വേറെ ആളുകളെ കാണാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അടുത്ത് വന്നപ്പോൾ പ്രകാശേട്ടൻ്റെ ഭാര്യയും മകളെയും ഒക്കെ ഒന്ന് സന്ദർശിക്കാം, സൗഹൃദം പുതുക്കാം എന്ന് കരുതി വന്നതാണ്. അങ്ങനെ വന്നു മടങ്ങുന്നു. എറണാകുളത്തുകാരനാണ്, ഇവിടുത്തുകാരനല്ല എന്നാണ് പ്രചാരണം. ഈ പ്രകാശിൻ്റെ ഭാര്യയും ഒക്കെ ആയിട്ടുള്ള മുൻ അനുഭവങ്ങളൊക്കെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ നാട്ടുകാരൻ തന്നെയാണെന്നുള്ള ഒരു അല്ല, അതിൽ അങ്ങനെയുള്ളതൊക്കെ സത്യത്തിൽ ഒരു ചർച്ചയ്ക്ക് എന്തെങ്കിലും സ്കോപ്പുള്ള ഒരു വിഷയമേ അല്ല. ഞാനിപ്പോൾ ഇതിങ്ങനെ വിശദീകരിച്ച് പറഞ്ഞ് നടക്കാത്തത് കൊണ്ടാണ്. തിരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത് വേണമെങ്കിൽ വിശദീകരിക്കാൻ എന്നോട് പലരും പറയുണ്ടായി. ഇപ്പം നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് പറയാം. ഇപ്പോൾ രണ്ട് മറുപടി വേണമെങ്കിൽ അതിന് പറയാം. ഒന്ന്, കേരളത്തിലുള്ള ഏതൊരാൾക്കും എവിടെ വേണമെങ്കിലും കേരളത്തിൽ മത്സരിക്കാം. ഇറ്റലിയിൽ ജനിച്ചവർ ഇന്ത്യയിൽ മത്സരിക്കുന്നതിനെ നമ്മൾ ചോദ്യം ചെയ്തിട്ടില്ല, ചെയ്യാനും പാടില്ല. ജനനമല്ലല്ലോ മത്സരിക്കുന്നതിൻ്റെ മാനദണ്ഡം. ഇപ്പോൾ വയനാട് MP ഏത് നാട്ടുകാരിയാണെന്ന് ഞങ്ങൾ ചോദിച്ചിട്ടില്ല. അത് നമ്മുടെ തെരഞ്ഞെടുപ്പ് നിയമം, ജനപ്രാതിനിധ്യ നിയമപ്രകാരമുള്ളൊരു അവകാശമാണ്, മത്സരിക്കട്ടെ. അത് പോട്ടെ, അത് ഞാൻ ഇത്തരം വിദണ്ഡവാദം ഉന്നയിക്കുന്നവർക്ക് ഒന്ന് പ്രതികരിച്ചു എന്നേ ഉള്ളൂ. മറിച്ച് നാടും കാര്യങ്ങളൊക്കെ അങ്ങ് ചികഞ്ഞു പോയി കഴിഞ്ഞാൽ, ഞാൻ ജനിച്ചു വളർന്നത് ഇന്നത്തെ പോത്തുകല്ല് പഞ്ചായത്തിലാണ്. അത് പഴയ ചുങ്കത്തറ പഞ്ചായത്താണ്. ആ സ്ഥലം പാതാറ് എന്നൊക്കെ പറയും. അവിടെ പൂളപ്പാടം സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. പിന്നെ ഞാൻ പഠിച്ചത് ഞെട്ടിക്കുളം UP സ്കൂളിലാണ്, പോത്തുകല്ലിനോട് അടുത്തുള്ളൊരു സ്ഥലം. ഞാൻ ജീവിതത്തിലെ ഏതാണ്ടൊരു ദശാബ്ദത്തിലധികം ജീവിച്ചത് പോത്തുകല്ലിലാണ്. അവിടെ ഞാൻ പോയപ്പോൾ ചില മാധ്യമപ്രവർത്തകർ ആ അയൽപക്കങ്ങളിൽ പോയപ്പോൾ ഉണ്ടായിരുന്നു. എടക്കര പഞ്ചായത്തിലെ ഈ പഞ്ചായത്തിലാണ് ഞാൻ ഹൈസ്കൂൾ 2 വർഷം പഠിച്ചത്. VV പ്രകാശിന്റെ വീടിന് സമീപത്ത് തെരഞ്ഞെടുപ്പ് പരിപാടികൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി പഴയ ബന്ധം പുതുക്കുന്നതിൻ്റെ ഭാഗമായി ആ കുടുംബാംഗങ്ങളെ കാണാൻ എത്തി എന്നാണ് എം സുരാജ് പ്രതികരിക്കുന്നത്. ഒപ്പം തന്നെ പ്രചാരണ രംഗത്ത് ഉയർന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് കൂടി അദ്ദേഹം മറുപടി പറയുകയാണ്.